ട്രംപ് ഭരണം പലതരത്തിലുള്ള എക്സ്പെരിമെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന്, ഭരണം ഏറ്റെടുത്ത ദിവസം മുതൽ ആഗോള വ്യാപാര യുദ്ധം തുടങ്ങി. അതുപോലെ തന്നെ ഒക്ടോബർ 1 ആകുമ്പോഴേക്കും ഒരു ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുന്നു, അടച്ചിടൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ത് അടച്ചിടലാണ്? ഗാർഡിയൻ ന്യൂസ് പേപ്പറിനെ ബേസ് ചെയ്താണ് ഞാൻ ഈ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം ട്രംപ് ഭരണത്തിൽ വന്നപ്പോൾ മുതൽ, വരുന്നതിന് മുൻപ് തന്നെ അനാവശ്യ സബ്സിഡികൾ, ഗ്രാൻറ്റുകൾ ഒക്കെ നിർത്തലാക്കും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ അവരുടെ ബാധ്യതകൾ, അതായത് എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയും അനാവശ്യ എക്സ്പെൻഡിച്ചർ, എല്ലാ എക്സ്പെൻഡിച്ചറും അല്ല, അനാവശ്യ എക്സ്പെൻഡിച്ചറുകളൊക്കെ കുറച്ച് സമ്പദ്ഘടനയെ ബലപ്പെടുത്തും എന്നായിരുന്നു ട്രംപ് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നത്. അപ്പം അതിൻ്റെ ഊഴം എന്ന പോലെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിൽ അടികലശലായി. ബജറ്റിനകത്ത് പല ഗ്രാൻറ്റുകളും വെട്ടിച്ചുരുക്കുന്ന ഒരു അവസ്ഥ കൊണ്ടുവന്നു. അപ്പോൾ അതിനെ ഡെമോക്രാറ്റ്സ് എതിർത്തു. കാരണം ഡെമോക്രാറ്റ്സിന്റെ പക്ഷത്ത് നിന്നും അതുപോലെ സാധാരണക്കാരുടെ ആരുടെയും പക്ഷത്ത് നിന്ന് നോക്കിയാൽ ഈ വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ച ഗ്രാൻറ്റുകളൊക്കെ ഒരു രാജ്യത്തെ സാധാരണക്കാരെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഗ്രാൻറ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ എതിർപ്പുണ്ടായി. ഒരു പക്ഷേ നല്ലവണ്ണം, അതായത് യുക്തിസഹമായി ചിന്തിക്കുന്ന റിപ്പബ്ലിക്കൻസിന്റെ ഭാഗത്ത് നിന്നും ഇതുപോലെ തന്നെ എതിർപ്പുണ്ടാകാനാണ് സാധ്യത. അപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അതായത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും തമ്മിലുള്ള സമന്വയം ഇല്ലായ്മയുടെ ഫലമായിട്ട് പാസ്സാക്കാൻ പറ്റാതെ വന്ന, ആ ബജറ്റിൽ തീർപ്പ് കൽപ്പിക്കാൻ പറ്റാതെ വന്ന ഒരു സാഹചര്യത്തിലാണ് ഒക്ടോബർ 1 ഒരു ഷട്ട് ഡൗൺ പ്രഖ്യാപിക്കുന്നു. എന്താണ് ഈ ഷട്ട് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It means that some but not all US government services are temporarily suspended. അതായത് കുറച്ച് നാളത്തേക്ക് ടെമ്പററിലി, താൽക്കാലികമായി US ഗവൺമെന്റിന്റെ ഏതാനും സേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു. 40% ഓഫ് ദ ഫെഡറൽ വർക്കേഴ്സ്, അതായത് 7,50,000 തൊഴിലാളികൾ, ഫെഡറൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ ജോലിയില്ലാതെ, തൊഴിലില്ല, അതോടൊപ്പം തന്നെ വേതനവുമില്ല ഈ ഷട്ട് ഡൗൺ കാലത്ത്. അതാണ് അതിൻ്റെ പ്രത്യേകത. 7,50,000 പേരെ ഈ കാലഘട്ടത്തിൽ, ഈ ഷട്ട് ഡൗൺ പീരീഡിൽ തൊഴിലിൽ നിന്ന് പിരിച്ചുവിടുന്നു. അവർക്ക് ശമ്പളവുമില്ല ആ സമയത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒന്നാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ആണ് ഷട്ട് ഡൗണിന്റെ. അടുത്ത ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഇതിന്റെ ഫലമായിട്ട് ഏതാനും സേവനങ്ങൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നു. അതിന് മുൻപായിട്ട് എടുത്തു പറയേണ്ടത്, അതായത് ഗവൺമെന്റിന്റെ സൈസ് തന്നെ 7,50,000 പേരെ പൊടുന്നനെ തൽക്കാലത്തേക്കെങ്കിലും ജോലിയിൽ നിന്ന് മാറ്റിവെക്കുന്നു, അഥവാ തൊഴിൽ രഹിതരാക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ സൈസ് അത്ര കണ്ട് ചുരുങ്ങുന്നു. അപ്പൊ ഡൗൺ സൈസിങ് ദ ഗവൺമെന്റ് എന്നതുപോലെ തന്നെ ഒരു ഫിസ്ക്കൽ കറക്ഷൻ, അതായത് ഒരു ധന മാനേജ്മെന്റില് ഒരു കറക്ഷൻ വരുത്തുക, ഒരു ക്രമപ്പെടുത്തൽ കൊണ്ടുവരിക, ഒരു റീസ്ട്രക്ചറിങ്, ഒരു പുനഃക്രമീകരണം കൊണ്ടുവരിക. അത്യന്താപേക്ഷിതമല്ലാത്ത ചെലവുകളൊക്കെ വെട്ടിച്ചുരുക്കി ഒരു പുനഃക്രമീകരണം, അങ്ങനെ ഫിസ്ക്കൽ ക്രൈസിസിന് അന്ത്യം കുറിക്കുക തൽക്കാലത്തേക്ക്. അതാണ് ഈ ഷട്ട് ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്നതിനുള്ള ബില്ല് ബജറ്റിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ കോൺഗ്രസിന്റെ 2 ചേംബറുകളിലും റിപ്പബ്ലിക്കൻസിന് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അപ്പർ ചേംബറില്, സെനറ്റില്, അതായത് അപ്പർ ചേംബർ, അവിടെ അവർക്ക് 60 വോട്ടിന്റെ ഷോർട്ടേജ് വന്നു ഈ ബില്ല് പാസ്സാക്കാൻ. അങ്ങനെയാണ് ഈ ബില്ല് പാസ്സാക്കാനാകാതെ ഷട്ട് ഡൗണിലേക്ക് പോകേണ്ടി വന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇവര്
കൊണ്ടുവന്ന ബില്ല്, അതായത് ഡെമോക്രാറ്റ്സ് എതിർക്കത്തക്ക രീതിയിലുള്ള ഏതുതരം ബില്ലുകളൊക്കെയാണ് റിപ്പബ്ലിക്കൻസ് കൊണ്ടുവന്നത്. ഒന്നാമത് തന്നെ ടാക്സ് ക്രെഡിറ്റ്, അതായത് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിന് കൊടുത്തിരുന്ന ടാക്സ് ക്രെഡിറ്റ് വെട്ടിക്കുറയ്ക്കുക. ആ ടാക്സ് ക്രെഡിറ്റ് വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ എല്ലാ ഹെൽത്ത് ഇൻഷുറൻസ് ഹോൾഡേഴ്സും വലിയ തോതിൽ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് എല്ലാവരെയും ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് അതിനെ ഡെമോക്രാറ്റ്സ് എതിർത്തത്. അത് മാത്രവുമല്ല, ബരാക് ഒബാമയുടെ കാലത്ത് ഒരുപാട് ഹെൽത്ത് പോളിസീസ്, നയങ്ങൾ, ജനങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള നയങ്ങൾ കൊണ്ടുവന്നിരുന്നു. ആ കൂട്ടത്തിൽ പെട്ടതാണ് ഈ ടാക്സ് ഡിഡക്ഷൻ. ഇതാ ഇപ്പൊ നമ്മുടെ മോദി ഗവൺമെന്റ് തന്നെ GST റീസ്ട്രക്ചറിങ്ങിൽ നേരിട്ടെടുക്കുന്ന ലൈഫ് ഇൻഷുറൻസ് പോളിസീസിന്റെ ഒക്കെ ടാക്സ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ പോളിസി എടുക്കുന്നവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതുപോലെ അമേരിക്കയിൽ നിലനിന്ന നികുതിയാണ് എടുത്തു മാറ്റി, അഥവാ ആ നികുതികളെ പുനഃസ്ഥാപിക്കുന്നു. അപ്പോ എന്താ സംഭവിക്കുക? നികുതികളെ പുനഃസ്ഥാപിക്കുന്നുണ്ടാകാം, അതുപോലെ തന്നെ വർദ്ധിപ്പിക്കുന്നുമുണ്ടാകാം. അപ്പൊ എന്താണ് സംഭവിക്കുക? ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നവരുടെ ഒക്കെ ബേർഡൻ വളരെയധികം വർദ്ധിക്കും. അതാണ് ഈ ബില്ലിനെ ഡെമോക്രാറ്റ്സ് എതിർക്കാനുണ്ടായ ഒരു കാരണം. അതുപോലെ തന്നെ മെഡിക്കൽ എയ്ഡ്, അതായത് സാധാരണക്കാർക്ക് പലതരത്തിലുള്ള മെഡിക്കൽ എയ്ഡ് അമേരിക്ക കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. മെഡിക്കെയർ, അത് ബരാക് ഒബാമയുടെ കാലത്താണ് കൂടുതൽ മെഡിക്കെയർ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത്. അതൊക്കെ തന്നെ ബൈഡന്റെ കാലത്ത്, ഇടയ്ക്ക് ട്രംപ് വന്നപ്പോൾ അതിലൊക്കെ മാറ്റം വരുത്തിയിരുന്നു. അന്നും പ്രശ്നമായിരുന്നു. അന്നും 35 ദിവസം നീണ്ടു നിന്ന ഷട്ട് ഡൗൺ അവിടെ ഉണ്ടായിരുന്നു. ആ ഷട്ട് ഡൗണിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഒക്കെ വളരെ ഹൊറിബിൾ ആണെന്നാണ് അമേരിക്കയിലുള്ള മലയാളികൾ തന്നെ പറയാറുള്ളത്. അമേരിക്കൻസും അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും അതിന്റെ ഒരു തനി ആവർത്തനം അന്ന്, അതായത് 2016 മുതൽ ഭരിച്ചിരുന്ന ട്രംപിന്റെ കാലത്തുണ്ടായ ഷട്ട് ഡൗൺ പോലെ അന്ന് 35 ദിവസത്തേക്ക് ഷട്ട് ഡൗൺ നടത്തിയ ട്രംപാണ് ഇപ്പോൾ ഇതാ 2ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ഒക്ടോബർ 1-നാണ് ഷട്ട് ഡൗൺ കൊണ്ടുവന്നത്. ഇപ്പൊ 2ാമത്തെ ആഴ്ചയിലാണ് ഷട്ട് ഡൗൺ. എന്നാണ് അത് അവസാനിപ്പിക്കുക എന്നറിഞ്ഞുകൂടാ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 7,50,000 പേരാണ് ശമ്പളമില്ലാതെ ഈ ഷട്ട് ഡൗൺ പീരീഡിൽ വീട്ടിലിരിക്കേണ്ടി വരുന്നത്. അത് ഉണ്ടാക്കുന്ന സ്ട്രെസ്, അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഈ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ടാക്സ് വർദ്ധിപ്പിച്ചു എന്നുള്ളത്, ഇല്ലാതിരുന്ന ടാക്സ് ഇമ്പോസ് ചെയ്യുന്നു, വർദ്ധിപ്പിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിക്കെയർ, ആ സൗകര്യങ്ങൾ ഒരുപാട് പേർക്ക് നൽകിക്കൊണ്ടിരുന്ന മെഡിക്കെയർ സൗകര്യങ്ങൾ എടുത്തു മാറ്റുന്നു. അതായത് എസെൻഷ്യൽ സേവനങ്ങൾ, അത്യന്താപേക്ഷിത സേവനങ്ങളെ ഒന്നും എടുത്തു മാറ്റുന്നില്ല. പക്ഷേ ഈ പറയപ്പെട്ട സേവനങ്ങൾ, ഈ മെഡിക്കെയർ സേവനങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ ടാക്സ് എന്നിവയൊക്കെ തന്നെ എസെൻഷ്യൽ അല്ലേ എന്ന് ചോദിച്ചാൽ സാധാരണക്കാരെ സംബന്ധിച്ച് അതൊക്കെയും എസെൻഷ്യൽ ആണ്. ഇപ്പൊ ബോർഡർ പ്രൊട്ടക്ഷൻ ആൻഡ് ലോ എൻഫോഴ്സ്മെന്റ് സ്റ്റാഫ്, ICE, ബോർഡർ പ്രൊട്ടക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെന്റ് സ്റ്റാഫ്, അതിൽ വർക്ക് ചെയ്യുന്നവരും ഒക്കെ വർക്ക് ചെയ്യണം. പക്ഷേ ശമ്പളം ഇല്ലാതെയാണ് ഈ ഷട്ട് ഡൗൺ പീരീഡിൽ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള എംപ്ലോയീസിനെയാണ് പിന്നെ തൽക്കാലത്തേക്ക് ലേ ഓഫ് ചെയ്തിരിക്കുന്നത്. അതായത് ശമ്പളം ഇല്ലാതെ വീട്ടിൽ നിന്നോളൂ, തൽക്കാലം നിങ്ങളുടെ സേവനം ആവശ്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏത് മേഖലയിലാണെങ്കിലും എക്സസ് സ്റ്റാഫ് എന്ന് തോന്നുന്ന, അതായത് ഇത്രയും പേരെ മാറ്റി നിർത്തിയാൽ, നമുക്ക് ഓർമ്മയുണ്ട് ട്രംപ് വന്ന ഉടനെ തന്നെയാണ് ഇക്കണോമിക്സ് ഓഫ് എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് സൃഷ്ടിക്കുകയും ആ ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയായി എലൺ മസ്കിനെ നിയമിക്കുകയും ചെയ്തിരുന്നു. പിന്നെ അധികം താമസിക്കുന്നതിന് മുൻപ് തന്നെ ഒരുപക്ഷെ എക്സസ് സ്റ്റാഫിനെ അവോയ്ഡ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ എലൺ മസ്ക് തന്നെ ഇദ്ദേഹത്തിന് ഉപദേശിച്ചിട്ടുണ്ടാവും. ബിക്കോസ് അദ്ദേഹം ഒരു കോർപ്പറേറ്റ് ആണ്, ഇദ്ദേഹവും ഒരു കോർപ്പറേറ്റ് ആണ്. അപ്പൊ കോർപ്പറേറ്റുകളെ സംബന്ധിച്ച് എക്സസ് സ്റ്റാഫ് എന്ന് പറയുന്നത് അനാവശ്യമാണ്, അവരതിനെ തുടച്ചു നീക്കിയിരിക്കും. അപ്പൊ ആ തരത്തിൽ തന്നെ ഒരു കോർപ്പറേറ്റ് കണ്ണോടുകൂടിയാണ് ട്രംപ് ഈ ഷട്ട് ഡൗൺ കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് ഒരു പക്ഷേ എലൺ മസ്ക് തന്നെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തെ അഡ്വൈസ് ചെയ്തിട്ടും ഉണ്ടാകാം. അപ്പം ഏതായാലും അനാവശ്യം എന്ന് തോന്നുന്നു, അതായത് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാലും എഫിഷ്യൻസിയെ ബാധിക്കുകയില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള തൊഴിലാളികൾ, അത്തരം തൊഴിലാളികളെയാണ് ഓരോ മേഖലയിൽ ഓരോ വകുപ്പിൽ നിന്നും മാറ്റി നിർത്തുന്നത്. അപ്പം ഹൈലി ക്വാളിഫൈഡ്, അതുപോലെ ഹൈലി എഫിഷ്യന്റ്,
അങ്ങനെയുള്ളവരെ അവിടെ അപ്പോഴും ജോലിയിൽ ശമ്പളത്തോടു കൂടിയ ജോലിയിൽ തുടരാൻ സമ്മതിച്ചുകൊണ്ടായിരിക്കും ഈ അത്ര എസെൻഷ്യൽ അല്ല, ഇവർ മാറി നിന്നാലും തൽക്കാലം എഫിഷ്യൻസിയെ അത് ബാധിക്കില്ല എന്ന് വിശ്വാസമുള്ള തൊഴിലാളികളാണ് ഈ മാറ്റി നിർത്തുന്നത്. അത്തരമാണ് ഈ 7,50,000 പേരെ ശമ്പളമില്ലാതെ തൊഴിലിൽ നിന്ന് ഷട്ട് ഡൗൺ കാലത്ത് മാറ്റി നിർത്തുന്നു, ലേ ഓഫ് കാലത്ത് മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത്. അത് തന്നെയല്ല, ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഇല്ലാത്ത, അതായത് അനുദിന ആവശ്യങ്ങൾക്ക് അത്യാവശ്യമല്ലാത്ത സേവനങ്ങൾ അവയും കട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഒരുപാട് റിസർച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏജൻസീസ്, അത്തരം ഏജൻസീസ് അവര് ഭാവിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ടെക്നോളജി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് അവരുടെ ആവശ്യം, അവരുടെ ഗവേഷണം വളരെ ആവശ്യമായിരിക്കും. പക്ഷേ റൈറ്റ് നൗ ഇപ്പോ അവരുടെ ആവശ്യമുണ്ടോ? ഇപ്പൊ അവരെ മാറ്റി നിർത്തി 2-3 മാസം മാറ്റി നിർത്തിയത് കൊണ്ട് ഒരു പ്രശ്നവും സംഭവിക്കില്ല. അപ്പൊ അതുപോലെയുള്ള റിസർച്ച് ഏജൻസീസിനെയും തൽക്കാലത്തേക്ക് ലേ ഓഫിൽ നിർത്തുന്നു. പിന്നെ അതുപോലെ പ്രീ സ്കൂൾ പ്രോഗ്രാംസ് നിർത്തലാക്കുന്നു തൽക്കാലത്തേക്ക്. അതുപോലെ ഫുഡ് അസിസ്റ്റൻസ് പ്രോഗ്രാം, ഏതൊക്കെ സെന്ററുകൾ വഴിയായിട്ട് ദരിദ്രർക്ക് ഭക്ഷണം കിട്ടുവാനുള്ള അസിസ്റ്റൻസ് നൽകുന്നുണ്ടോ അതൊക്കെ തൽക്കാലത്തേക്ക് നിർത്തുക. പ്രീ സ്കൂൾ പ്രോഗ്രാംസ് നിർത്തുക. അതുപോലെ സ്മിത്സോണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള മ്യൂസിയം, അങ്ങനെയുള്ള സൗകര്യങ്ങൾ തൽക്കാലത്തേക്ക് പൂർണ്ണമായിട്ട് അടച്ചിടുകയല്ല ചെയ്യുന്നത്, പക്ഷേ ഒരു പരിധി വരെ അങ്ങനെയുള്ളവയെ അടച്ചുവിടുന്നു. ഇപ്പൊ ദി നാഷണൽ പാർക്ക് സർവീസസ് അവർ പറയുന്നത്, നാഷണൽ പാർക്ക് സർവീസസ് ഓഫ് US പറയുന്നത് 433 സൈറ്റ്സ് ആണ് തൽക്കാലത്തേക്ക് ഭാഗികമായിട്ട് ലേ ഓഫ് ചെയ്യുന്നത്. അതായത് അവിടെ വളരെ ചുരുക്കം മാത്രം ഓഫീസേഴ്സ് ഉണ്ടാകാം, വർക്കേഴ്സ് ഉണ്ടാകാം. പക്ഷേ അത് ഇപ്പൊ വിസിറ്റേഴ്സ് വരുമ്പോൾ, അതായത് ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് കാണാൻ അവരുടെ കൂടെ കൊണ്ടുപോയി കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള യാതൊരു സൗകര്യങ്ങളും ഉണ്ടായിരിക്കുകയില്ല. സത്യം പറഞ്ഞാൽ ഷട്ട് ഡൗൺ പോലെ കിടക്കും. അപ്പൊ അവിടെ ടൂറിസ്റ്റുകൾക്ക് വരാനും എവിടെയൊക്കെ തുറന്നു കിട്ടും, എങ്ങോട്ടൊക്കെ പോകാം, ഇങ്ങനെയുള്ള അസൗകര്യങ്ങളൊക്കെ കാണും. അപ്പം അങ്ങനെയുള്ള മേഖലകൾ, അതായത് ടൂറിസ്റ്റ് മേഖലകൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഈ നാഷണൽ പാർക്ക് സർവീസസ് കീഴിൽ തന്നെ 433 അത്തരം സെന്റേഴ്സ് ആണ് ലേ ഓഫിലേക്ക് പോകുന്നത്. അപ്പം പക്ഷെ അവർ തന്നെ പറയുന്നുണ്ട്, ഈ നാഷണൽ പാർക്കിന്റെ നോട്ടക്കാർ തന്നെ പറയുന്നുണ്ട്, കഴിഞ്ഞ ഭരണകാലത്ത് ട്രംപ് ഈ പാർക്കൊക്കെ അടച്ചിട്ട്, ഈ മ്യൂസിയം ഒക്കെ അടച്ചിട്ടിരുന്നു. ആ ഭയങ്കര വാൻഡലിസം, അതായത് ഭയങ്കര കയ്യേറ്റവും മോഷണവും മറ്റതുപോലുള്ള നശീകരണങ്ങളും ഒക്കെ ഈ പറയപ്പെട്ട സെന്ററുകളിലൊക്കെ നടത്തി വലിയ നഷ്ടം സമ്പദ്ഘടനയ്ക്കും ആ മ്യൂസിയത്തിനും ഒക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട് അവരൊക്കെ തന്നെ. അപ്പൊ ഈ അടച്ചിടൽ കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? തൊഴിലില്ലായ്മ സൃഷ്ടിക്കപ്പെടുന്നു. വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി ഈ ഷട്ട് ഡൗണിനെ പറഞ്ഞത് ഫിസ്ക്കൽ സാനിറ്റി, അതായത് ധനപരമായ ശുദ്ധീകരണം എന്നാണ് ഈ ഷട്ട് ഡൗണിന് നാമകരണം ചെയ്തത്. അതായത് സത്യം പറഞ്ഞാൽ വളരെ അർത്ഥവത്തായ പ്രയോഗമാണ്. അതായത് ഫിസ്ക്കൽ സാനിറ്റി, ഫിസ്ക്കൽ രംഗത്ത് ധനരംഗത്തുള്ള എല്ലാ അനാശാസ്യ പ്രവണതകളും അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളും വെട്ടിച്ചുരുക്കുക. അത് നല്ലതാണ് ഏത് ഗവൺമെന്റിനെ സംബന്ധിച്ചും. പക്ഷെ ഈ അനാവശ്യ ചെലവുകളായിട്ട് ഈ ഷട്ട് ഡൗണിലെ US പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുമ്പോഴാണ് ഇതൊരു ഫിസ്ക്കൽ സാനിറ്റി അല്ല, ഇതൊരു ഫിസ്ക്കൽ പേഴ്സിക്യൂഷൻ ആണ്, ഒരു ഫിസ്ക്കൽ ആയിട്ടുള്ള ഒരു ഭയങ്കര അടിച്ചമർത്തൽ ആണ് എന്ന് നമുക്ക് തോന്നുക. അപ്പൊ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷട്ടിംഗ് ഡൗൺ ദ ഗവൺമെന്റ് ഫോർ റാഡിക്കൽ ഡിമാൻഡ്സ് ഇൻക്ലൂഡ് ഫ്രീ ഹെൽത്ത് കെയർ. എന്തൊക്കെ ഡിമാൻഡ്സ് ആണ്? ഈ പറയപ്പെട്ട സാനിറ്റൈസ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ശുദ്ധീകരിക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഏതൊക്കെ ഫിസ്ക്കൽ ചെലവുകളാണ്? ധനപരമായ ചെലവുകളാണ്. അത് നോക്കുമ്പോഴാണ് അത് ഫിസ്ക്കൽ സാനിറ്റൈസേഷൻ അല്ല, ഫിസ്ക്കൽ പെർസിക്യൂഷൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ചെലവുകളാണ് വെട്ടിച്ചുരുക്കുക? ഫ്രീ ഹെൽത്ത് കെയർ ഫോർ ഇല്ലീഗൽ ഇമിഗ്രൻസ്, അതാണ് ഒന്നാമത് വെട്ടിച്ചുരുക്കുന്നത്. ഫ്രീ ഹെൽത്ത് കെയർ ഫോർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഓർ ഇല്ലീഗൽ ഏലിയൻസ്. ഇല്ലീഗൽ ആയിട്ടുള്ള, അതായത് പിന്നെ നിയമപരമായിട്ട് സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ലാത്ത മൈഗ്രൻസിന്, ഇമിഗ്രൻസിന്, അല്ലെങ്കിൽ അവരെയാണ് ഏലിയൻസ് എന്ന് പറയുന്നത്, അവർക്ക് കൊടുക്കുന്ന ഹെൽത്ത് കെയർ ആണ് വെട്ടിച്ചുരുക്കുന്നത്.
അതായത് ട്രംപ് എപ്പോഴും പറയുന്നത് ഡെമോക്രാറ്റ്സ് ഈ ഇല്ലീഗൽ ഏലിയൻസിന് ഹെൽത്ത് കെയർ കൊടുക്കാനായിട്ട് ഗ്രാന്റ് മാറ്റിവെക്കുന്നു, പണം മാറ്റിവെക്കാൻ ഷഡ്യം പിടിക്കുന്നു. അത് തെറ്റാണെന്നാണ് ട്രംപ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം ഈ എന്താണ് ഫിസ്ക്കൽ സാനിറ്റിയുടെ ഏറ്റവും ആദ്യത്തെ ഇര എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിന് കൊടുക്കുന്ന ഹെൽത്ത് കെയർ ആണ്. ഇമിഗ്രേഷന്റെ ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നുണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിന് സാധാരണ രീതിയിൽ ഒരു തരത്തിലുള്ള ഗ്രാന്റ്സും കൊടുക്കില്ല. പക്ഷെ ചില തരത്തിലുള്ള ഗ്രാന്റുകൾ അവർക്ക് സഹായങ്ങൾ കൊടുക്കും. ഉദാഹരണം, കൊച്ചുകുട്ടികൾക്ക് ചിൽഡ്രന് ഹെൽത്ത് കെയറിനുള്ള സഹായം കൊടുക്കും, ഇമിഗ്രൻസ് ലീഗലായാലും ഇല്ലീഗലായാലും. അതുപോലെ തന്നെയാണ് എൽഡർലി പീപ്പിൾ, അവർക്ക് വേണ്ട സഹായം, അതായത് ലോങ് ടൈമിലല്ല കൊടുക്കുന്നത്, കുറച്ചു കാലത്തേക്ക്. അവര് ലീഗൽ ഇമിഗ്രൻസ് ആയി കാണില്ല, പക്ഷെ അവരുടെ വിസ സ്റ്റേറ്റസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അങ്ങനെ വിസ സ്റ്റേറ്റസ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഹെൽത്ത് ഗ്രാന്റ്, മറ്റതുപോലെയുള്ള മെഡിക്കൽ എയ്ഡ്, മെഡിക്കെയർ സൗകര്യങ്ങളൊക്കെ കൊടുക്കും. അത് അവരുടെ ആ ഇമിഗ്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ അത്തരക്കാർക്ക് കൊടുക്കും. പക്ഷെ നോർമലി ഈ പറയപ്പെട്ട ഹെൽത്ത് എയ്ഡ് ആകട്ടെ, മറ്റു മെഡിക്കെയർ ആകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും, അതുപോലെ പ്രീ സ്കൂൾ ഹെൽപ്പ്, ഇതെല്ലാം കൊടുക്കുന്നത് ലീഗലായിട്ടുള്ള ഇമിഗ്രൻസിന് മാത്രമാണ് കൊടുക്കുക. പക്ഷെ ഒരു കണ്ടീഷനിലായിട്ട്, അതായത് ഇമിഗ്രേഷൻ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരും താമസിയാതെ ഇമിഗ്രൻസ് ആയി ലീഗൽ ഇമിഗ്രൻസ് ആകും എന്നുള്ളവർക്ക് മാത്രമാണ് ഇത് കുറച്ച് നാൾ ഒരു ചെറിയ തോതിലെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ തന്നെ 14 സംസ്ഥാനങ്ങൾ, അതായത് 14 സംസ്ഥാനങ്ങളിൽ ഇമിഗ്രന്റ് സ്റ്റാറ്റസ് നോക്കാതെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും സ്റ്റേറ്റ് ഫണ്ടഡ് ഹെൽത്ത് കെയർ കൊടുക്കാറുണ്ട്. 14 സംസ്ഥാനങ്ങളിൽ, ന്യൂയോർക്ക് തൊട്ടുള്ള 14 സംസ്ഥാനങ്ങളില് സ്റ്റേറ്റസ് നോക്കാതെ, ലീഗൽ ഇമിഗ്രന്റോ ഇല്ലീഗൽ ഇമിഗ്രന്റോ എന്ന് നോക്കാതെ കുട്ടികൾക്കും ഗർഭിണികൾക്കും ഫാമിലി ഹെൽത്ത് കെയർ കൊടുക്കാറുണ്ട്, അതിനുവേണ്ടി ഫണ്ട് ചെയ്യാറുണ്ട്. അതുപോലെ 7 സംസ്ഥാനങ്ങളിൽ പാവപ്പെട്ട അഡൽട്സിന്, അതായത് ഗർഭിണിയോ കുട്ടികളോ അല്ലാതെ തന്നെ പാവപ്പെട്ട അഡൽട്സിന് സഹായം കൊടുക്കാറുണ്ട്, ന്യൂയോർക്ക്, കാലിഫോർണിയ തുടങ്ങിയ 7 സംസ്ഥാനങ്ങളിൽ. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഷട്ട് ഡൗൺ. പണ്ട് 35 ദിവസം അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലത്ത് ഷട്ട് ഡൗൺ കൊണ്ടുവന്നയാളാണ്. അപ്പൊ ആരെയാണ് ഈ ഷട്ട് ഡൗൺ കൊണ്ട് ട്രംപ് തോൽപ്പിക്കുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ ഈ ഇമിഗ്രൻസിനെ ലീഗൽ ഇമിഗ്രൻസിന് കൊടുത്തോളൂ, പക്ഷെ ഇല്ലീഗൽ ഇമിഗ്രൻസിന് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അത് മാത്രമല്ലല്ലോ, അമേരിക്കൻസ് എന്തുകൊണ്ടാണ് ഈ ഷട്ട് ഡൗണിനെ എതിർക്കുന്നത്? കാരണം ഈ ഇമിഗ്രൻസിനെ മാത്രമല്ല, തന്നെയുമല്ല, ഇമിഗ്രൻസ് വെറുതെ അല്ലല്ലോ അവിടെ ഇമിഗ്രൻസ് ആയിട്ട്, ലീഗൽ ഇമിഗ്രൻസ് ആയിട്ട് വരുന്നവരൊക്കെ അവരുടെ ബ്രെയിൻ, അവരുടെ അവരുടെ ആയുരാരോഗ്യങ്ങൾ മുഴുവനും അമേരിക്കയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ നിന്ന് നൊബേൽ പ്രൈസ്, ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള ഖൊരാനോ തൊട്ടുള്ള എല്ലാ മഹാരഥന്മാരും അമേരിക്കയിലാണ് നൊബേൽ പ്രൈസിനുള്ള കളമൊരുക്കിയത് എന്ന് പറഞ്ഞാൽ അമേരിക്ക വെറുതെ ഇരുന്നു എന്നല്ല, അമേരിക്ക അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു, ഇവരുടെ ബുദ്ധി അവർ പ്രയോജനപ്പെടുത്തി. അങ്ങനെയാണ് അവർ നൊബേൽ ലൊറേറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പം എന്ന് വെച്ചാൽ 2 കൂട്ടർക്കും ഗുണമുണ്ട്. ഖൊറാന നൊബേൽ ലൊറേറ്റ് ആയെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇന്ത്യക്ക് കിട്ടുന്നുവെങ്കിൽ അദ്ദേഹം ചെയ്ത ജോലിയുടെ ഗുണം മുഴുവനും ഏറ്റുവാങ്ങുന്നത് US ആണെന്ന് ഓർക്കണം. അവരുടെ ശാസ്ത്ര രംഗമാണ് മേൽപോട്ട് കുതിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഓരോ ശാസ്ത്ര മേഖലയിലെ ഓരോ നോബൽ ലൊറേറ്റും. ഈവൻ സാമ്പത്തിക രംഗത്ത് നമുക്കറിയാം, അഭിജിത് ബാനർജി 2019 നൊബേൽ പ്രൈസ് ഷെയർ ചെയ്ത പ്രധാനിയാണ് അഭിജിത് ബാനർജിയും വേറെ 2 പേരും കൂടിയാണ് അത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ പറയപ്പെട്ട, അതുപോലെ നമ്മുടെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആണ്. അത് മെഡിക്കൽ രംഗത്താകട്ടെ, എഞ്ചിനീയറിംഗ് രംഗത്താകട്ടെ, അത് ബിസിനസ് രംഗത്താകട്ടെ, ഏറ്റവും മിടുക്കരാണ് അമേരിക്കയിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. അപ്പം അവരുടെ ഒക്കെ ബ്രെയിൻ അവരവിടെ അമേരിക്കയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ GDP ഗ്രോത്തിനേക്കാൾ കൂടുതൽ അവരുടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ചയ്ക്ക്
ശാസ്ത്രീയ രംഗത്തെ എടുത്തുചാട്ടത്തിന്, അതായത് ഇപ്പൊ ഇന്ത്യക്കാരായ IT പ്രൊഫഷണൽസിനെ അവിടുന്ന് വിഡ്രോ ചെയ്താൽ തന്നെ അമേരിക്ക ഒരു വലിയ പരിധി വരെ ശുഷ്കമായി പോകും ആ രംഗത്ത്. അത്ര വലിയ കോൺട്രിബ്യൂഷനാണ് ഇന്ത്യയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചൈനയിൽ നിന്നാണെങ്കിൽ. അപ്പം ഏതൊരു രാജ്യത്തു നിന്നും ഇമിഗ്രൻസ് ഉണ്ടെങ്കിൽ അവരവിടെ പോയി തൂമ്പ പിടിച്ച് കിളയ്ക്കാനല്ല പോകുന്നത്. അവരവിടുത്തെ ബ്രെയിൻ ഉപയോഗിച്ച് ഏറ്റവും മേത്തരം ബുദ്ധി ഉപയോഗിക്കുന്ന ജോലികളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അത് ആ രാജ്യത്തെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എടുത്തു ചാടാൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക്, അവരുടെ ആശ്രിതർക്ക്, ഇപ്പൊ ഉദാഹരണത്തിന് ഇമിഗ്രൻസ് ആയിട്ട് വരുന്നിരിക്കുന്നവരിൽ കുറച്ച് ഇപ്പൊ ഹസ്ബൻഡും വൈഫും മകനും മകളും അവിടെ ജോലിയാണ് എന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അച്ഛനോ അമ്മയോ, ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടിയോ അവരുടെ ഒപ്പം മൈഗ്രേറ്റ് ചെയ്തെന്നിരിക്കാം. അങ്ങനെയുള്ളവരെയൊക്കെ ഇവർക്ക് അധികപ്പറ്റായിട്ട് തോന്നിയേക്കാം. അതൊഴിച്ചാല് ഈ പറയപ്പെട്ട ഇമിഗ്രൻസ് എന്ന് പറയുന്നവരൊക്കെ ഇമ്മൻസ് ആയിട്ട് അവരുടെ GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ഏത് തരം ഗ്രാന്റും അവർക്ക് നിഷേധിക്കുന്നു എന്ന് പറയുന്നത് അനീതിയാണ്, അക്രമമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എല്ലാവരും വളരെ ഈ ട്രംപിന്റെ ഇത്തരം വികാരങ്ങളെ വളരെ മോശമായി മാത്രം, അതായത് ഇമ്മോറൽ ആക്ടിവിറ്റി ആയിട്ട് ഇമ്മോറൽ തിങ്കിങ് ആയിട്ട് മാത്രമേ നമുക്ക് ആർക്കും കാണാൻ പറ്റൂ. ഉദാഹരണത്തിന് നമ്മൾ ടേക്ക് ദ കേസ് ഓഫ് ബിൽ ഗേറ്റ്സ്. ഇയാളുമായിട്ട്, ട്രംപുമായിട്ട് ബിൽ ഗേറ്റ്സിനെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. ബിൽ ഗേറ്റ്സിനോട് പത്രപ്രവർത്തകർ ചോദിച്ചു, അന്ന് ബിൽ ഗേറ്റ്സ് ലോകത്തെ ഒന്നാമത്തെ ധനികനായിരിക്കുന്ന സമയത്ത്, ഏതാനും വർഷം മുൻപ്. ഇപ്പോഴാണല്ലോ എലൻ മസ്ക് ഒന്നാമത്തെ ധനികനാകുന്നത്. അപ്പോൾ അതിനു മുൻപ് ബിൽ ഗേറ്റ്സ് ഒന്നാമത്തെ ധനികനായിട്ട്, ലോക ധനികനായിട്ട് കുറെ വർഷങ്ങൾ ഇരുന്നതാണ്. ആ സമയത്ത് ബിൽ ഗേറ്റ്സിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പത്രക്കാർ ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ആവശ്യത്തിന്, എൻ്റെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവനും ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴിയായിട്ട് ഞാൻ ലോകത്തെ HIV ബാധിതർക്കും മറ്റു രോഗികൾക്കും വേണ്ടി ചെലവഴിക്കും എന്നാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. ആ ബിൽ ഗേറ്റ്സും ഈ ട്രംപും തമ്മിൽ ഉള്ള താരതമ്യം ഒന്ന് നോക്കൂ. ട്രംപ് ഒരു പ്രോ ക്യാപിറ്റലിസ്റ്റ് എന്നല്ല, ക്രോണി ക്യാപിറ്റലിസ്റ്റ് ആണ്. അതായത് ചങ്ങാത്ത ക്യാപിറ്റലിസം. കോർപ്പറേറ്റ് ആണ് അയാള്. കോർപ്പറേറ്റുകളോട് തോളോട് തോൾ ചേർന്ന് നടക്കുന്ന, അവരുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന, എവിടെ നിന്നാണ് GDP ഉണ്ടാകുന്നത് എന്ന് പോലും വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്ത ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. എന്നിട്ട് ഓർക്കുക, പാവങ്ങൾക്കുള്ള ഗ്രാന്റ്, ഹെൽത്ത് എയ്ഡ് ഇതെല്ലാം വെട്ടിച്ചുരുക്കണം എന്ന് പറയുന്ന മനുഷ്യനാണ് എന്നെ നോബൽ പ്രൈസ്, സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് എന്നെ റെക്കമെൻഡ് ചെയ്യാനായിട്ട് ഇന്ത്യയോടും പാകിസ്ഥാനോടും മറ്റു രാജ്യങ്ങളോടും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ എന്ത് പേര് ചൊല്ലിയാണ് ബഹുമാനിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അപ്പൊ ട്രംപ് അങ്ങനെ, മറിച്ച് ട്രംപിനെ പോലെ അല്ലെങ്കിൽ അമേരിക്കയിലെ വലിയ പണക്കാരെ പോലെ അല്ലെങ്കിൽ പോലും നമ്മുടെ ചിറ്റിലപ്പള്ളിയോ നമ്മുടെ അതായത് യൂസഫ് അലിയോ ഇവരൊക്കെ എന്തുമാത്രം പേരെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ മനുഷ്യരെ മനുഷ്യനായി കാണാനും അവരുടെ സങ്കടങ്ങളെ നേരിൽ കണ്ട് ആ സങ്കടങ്ങൾക്ക് കുറച്ചെങ്കിലും പറ്റുന്ന തരത്തിലെങ്കിലും അറുതി വരുത്താനും കഴിയണമെന്നാണ് ഓരോ രാഷ്ട്രീയക്കാരനും. ചിറ്റിലപ്പള്ളി അങ്ങനെ വിചാരിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സ്വത്ത് അദ്ദേഹം ആർജിച്ചതാ, അദ്ദേഹം നികുതി പിരിച്ചുണ്ടാക്കിയതല്ല. യൂസഫ് അലിയും അങ്ങനെ തന്നെ. മറിച്ച് ട്രംപ് പറയുന്ന ഈ അമേരിക്കയിലെ GDP എന്ന് പറയുന്നത് മുഴുവനും അമേരിക്കക്കാര്, അത് ഇമിഗ്രൻസും അല്ലാതെയുള്ളവരും ഒക്കെ, ഈ അമേരിക്കൻസ് തന്നെ ഈ മൈഗ്രൻസ് ആയിരുന്നല്ലോ. അമേരിക്ക, ഇംഗ്ലണ്ടിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്തവരാണ് അമേരിക്കയിലേക്ക്. അപ്പൊ അവരും ആദ്യകാലം മൈഗ്രൻസ് തന്നെയാണ്. അപ്പൊ ആര് തന്നെ ആയാലും നികുതി കൊടുക്കുന്ന പണമാണ് എല്ലാ തരത്തിലും അവിടുത്തെ എല്ലാ ജനങ്ങളും കൂടി, അത് മൈഗ്രൻസ് ആകട്ടെ അതല്ലാതെ അവിടുത്തെ തന്നെ ആൾക്കാരാകട്ടെ, ആരായാലും അവരെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് GDP എന്ന് പറയുന്നത്. അപ്പൊ ആ GDPയിൽ നിന്ന് ആർക്ക് വേണ്ടി ചെലവഴിക്കണം? ഓരോരും അർഹിക്കുന്ന തരത്തില് ഓരോരുത്തർക്കും കൊടുത്തിരിക്കണം. പാവപ്പെട്ടവർക്കാണ്, അതായത് GDP ഗ്രോ ചെയ്തു, അതായത് സമ്പദ്ഘടനയിൽ അവരുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ആഭ്യന്തര മൊത്ത വരുമാനം, അത് വളർന്നു എന്നതുകൊണ്ട് മാത്രം വികസനമാകില്ല. അത് എത്ര കണ്ട് വളർന്നാലും അതിനെ
സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടി ട്രിക്കിൾ ഡൗൺ ചെയ്യണം, അത് താഴേക്ക് വരണം, അത് എല്ലാവരിലേക്കും ഇറ്റിച്ചിറങ്ങണം. അങ്ങനെ ഇറ്റിച്ചിറങ്ങുന്ന ഒരു പ്രക്രിയയാണ് ഈ ഹെൽത്ത് ഗ്രാൻഡ്, അതുപോലെ തന്നെ മെഡിക്കെയർ എന്നൊക്കെ പറയുന്നത്, അതുപോലെ പ്രീ സ്കൂൾ ചെലവുകള്, അങ്ങനെ എല്ലാം പറയുന്ന, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ളവർക്കും കുട്ടികൾക്കും വേണ്ട സൗകര്യങ്ങൾ, ഈ പറയപ്പെട്ടതെല്ലാം ഈ ഇറ്റിച്ചിറങ്ങുന്നതിന്റെ ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ ലോകത്തെ ഒന്നാമത്തെ GDP ആണ് എന്ന് ഊറ്റം കൊണ്ടത് കൊണ്ട് മാത്രം ഒരു രാജ്യവും നല്ല രാജ്യമായിട്ട്, അന്തസ്സുള്ള രാജ്യമായിട്ട് മാറുകയില്ല. അന്തസ്സുള്ള രാജ്യമായിട്ട് മാറുന്നത് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട GDP സാധാരണക്കാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുകയും അവരുടെ സന്തോഷ സൂചിക ഉയർത്തുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ട്രംപിന്റെ ഷട്ട് ഡൗൺ എത്രയും നേരത്തെ തീരട്ടെ. അവിടെ ഇതുകൊണ്ട് തൊഴിൽ, അതായത് ശമ്പളം നഷ്ടപ്പെട്ട് ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന 7,50,000 പേർക്ക് അധികം താമസിയാതെ എത്രയും നേരത്തെ അവരുടെ ജോലിയിലേക്ക് തിരിച്ചു കയറാൻ പറ്റട്ടെ. അപ്പോൾ നമ്മൾ ഓർക്കുകയാണ് ഈ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഒക്കെ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അതായത് എക്സസ് വർക്ക് ഉണ്ടെങ്കിൽ അതിനെ പിരിച്ചുവിടുക എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അനിവാര്യമാണ്. കാരണം അത് എഫിഷ്യൻസിയെ ബാധിക്കുന്നതാണ്. പക്ഷെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്ന ഡീസന്റ് ജോബ്, അതിന് കൊടുക്കുന്ന ഡീസന്റ് വേജ് എന്നൊക്കെ പറയുന്ന നോംസിനെയൊക്കെ അപ്പോൾ അമേരിക്ക തീർച്ചയായിട്ടും തകിടം മറിക്കുകയാണ്. കാരണം ജോലിയിൽ ഇരുന്നവരെ ലേ ഓഫ് ചെയ്ത് ശമ്പളമില്ലാത്തവരാക്കിയിരിക്കുന്നു. അപ്പൊ എവിടെ ഇരിക്കുന്നു ഡീസന്റ് വേജ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്? ആ ഡീസന്റ് വേജ് കോൺസെപ്റ്റ് 2000-ലെ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കൺവെൻഷനിലാണ് ലേബറിൽ എല്ലാവരും ഒപ്പിട്ടത്. ആ കൺവെൻഷനകത്ത് US-ഉം ഒപ്പിട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതുപോലെ ലോ ഓഫ് ചെയ്യുന്നത് ആ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ നിയമങ്ങൾക്ക് പോലും ഘടകവിരുദ്ധമാണ്. അത് വിളിച്ചു പറയാനായിട്ട് അവിടെ അമേരിക്കയിലെ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുകയാണ്? ട്രേഡ് യൂണിയൻസ് ഇത് ടേക്കപ്പ് ചെയ്താൽ എങ്ങനെയായിരിക്കും ട്രംപ് അത് കയ്യിലെടുക്കുക? ഇതൊക്കെ ആലോചിക്കേണ്ട, അറിയേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഇപ്പോൾ അതേപ്പറ്റി ഒന്നും നമുക്ക് യാതൊരു വിവരവും ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്കിവിടെ ഈ ചർച്ച അവസാനിപ്പിക്കാം.